കേരം തെങ്ങും കേരള നാട്ടിൽ തേങ്ങ ഇനി വാങ്ങാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച 145 രൂപയായിരുന്ന വെളിച്ചെണ്ണ 525 530 രൂപയിലേക്ക് പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 450 വരെ ആയിട്ടുള്ളൂ. പക്ഷേ പല സ്ഥലങ്ങളിലും 525 530 വരെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രതിസന്ധി എന്താണെന്നറിയാവോ? ഇപ്പോൾ കേര അങ്ങനെ തുടങ്ങിയ ഒരുപാട് സർക്കാർ ബ്രാൻഡഡും അല്ലാതായിട്ടുള്ള വെളിച്ചെണ്ണയുണ്ട്. അതിന് സമാനമായി 100 കണക്കിന് കമ്പനികളാണ് വ്യാജ വെളിച്ചെണ്ണ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. കാരണം ഒരേ പോലത്തെ പാക്കേജ് കണ്ടാൽ ഒരുപോലെ ഇരിക്കും, കവർ കണ്ടാൽ അതേ ഒരേ പാറ്റേൺ ആയിരിക്കും, ചെറിയ പേര് വ്യത്യാസമേ കാണുകയുള്ളൂ. കേരയ്ക്ക് വരെ എൻ്റെ കേര അല്ലെങ്കിൽ നമ്മുടെ കേര, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പേര് വ്യത്യാസത്തിൽ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ വ്യാപകമായ രീതിയിലാണ് അഴുക്ക വെളിച്ചെണ്ണ അല്ലെങ്കിൽ മായം ചേർത്ത വെളിച്ചെണ്ണ മാർക്കറ്റിൽ വരുന്ന ഒരു വശത്ത്. രണ്ടാമത്തെ ഒരു വശത്ത് കൊപ്ര കിട്ടാനില്ല. വളരെ വലിയ പ്രശ്നം. നമ്മൾ വിചാരിക്കും വില കൂടിയാൽ കർഷകർക്ക് നല്ലതല്ലേ. കർഷകർക്ക് നല്ലതാവുന്നത് എങ്ങനെയാണ്? തേങ്ങയുടെ ഉൽപ്പാദനം കൂടിയാലല്ലേ കർഷകർക്ക് അതുകൊണ്ട് എല്ലാം വിറ്റ് കാശാക്കാൻ പറ്റും. ഇത് ഉൽപ്പാദനമില്ല, തേങ്ങയ്ക്ക് ഉൽപ്പാദനക്ഷമത കുറഞ്ഞു. അങ്ങനെ മാർക്കറ്റ് ശൂന്യമാകുമ്പോഴാണ് ഇവിടെ വില കൂടിയത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മലേഷ്യയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലൊക്കെ സംസ്ഥാനങ്ങളിൽ ധാരാളമായി ഇവിടെ സാധനങ്ങൾ വരുന്നു. അങ്ങനെ വരുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് വരുന്നതിൻ്റെ കാര്യങ്ങളുമുണ്ട്. നമുക്കിവിടെ ഉൽപ്പാദനവുമില്ല, ഉൽപ്പാദനക്ഷമതയുമില്ല. തെങ്ങ് ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, തേങ്ങ വേണ്ടേ? അപ്പോൾ ഉൽപ്പാദനക്ഷമതയില്ല. എന്ത് സംഭവിച്ചു മലയാളിക്ക്, കേരളത്തിന്? ഇവിടുത്തെ കാലാവസ്ഥാ മാറ്റമാണ് വലിയ പ്രതിസന്ധിയായി വന്നിട്ടുള്ളത്. കാലാവസ്ഥാ മാറ്റം എല്ലാ മേഖലകളെയും ബാധിച്ചു കഴിഞ്ഞു. പശുക്കൾക്ക്, കന്നുകാലികൾക്ക്, പ്രത്യേകിച്ച് പശുക്കൾക്ക് പ്രത്യുൽപാദന ശേഷി കുറയുന്നു, പാല് കുറയുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മണ്ണിൻ്റെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞ മറ്റ് മൃഗങ്ങളെല്ലാം, കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ. മയിൽ നാട്ടിൽ വരുന്നു, കാട്ടുപന്നി വരുന്നു, മറ്റ് കടുവ വരുന്നു, പുലി വരുന്നു, കാട്ടാന വരുന്നു, ഇങ്ങനെ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വരുന്ന അവസ്ഥ. അങ്ങനെ ഓരോ വിഷയമെടുക്കുമ്പോൾ കാലാവസ്ഥ മാറ്റം വലിയ തോതിലാണ് മലയാളികളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ ഇതിനൊന്നും എന്ത് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയില്ല. സർക്കാർ ശരിക്കും പറഞ്ഞാൽ ത്രിവേണി സംവിധാനവും സപ്ലൈയൊക്കെ ഉള്ളത് കൊണ്ട് വ്യാപകമായി സർക്കാരിന് തന്നെ വേണമെങ്കിൽ തേങ്ങ വാങ്ങി കൊപ്രയാട്ടി എണ്ണയാക്കി ജനങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അതിന് വിവരവും വിജ്ഞാനവും വെള്ളിയും വെളിച്ചവും വെള്ളിയാഴ്ച അറിയാവുന്ന ആളുകൾ ഭരണ സംവിധാനത്തിൽ വേണം. മന്ത്രിമാരുണ്ടായിട്ടൊന്നും കാര്യമില്ല. ജിയാനറിലൊക്കെ ഭക്ഷ്യമന്ത്രി വളരെ മാന്യനാണ്, വളരെ നല്ല മന്ത്രിയാണ്. നല്ലതെന്ന് പറഞ്ഞാൽ സൗമ്യനാണ്, വളരെ സൗമ്യനാണ്. എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള മന്ത്രി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ട്രാഫിക് പോലീസുകാരൻ സൗമ്യനായിട്ട് വല്ല കാര്യമുണ്ട്? ട്രാഫിക് നിയന്ത്രിച്ചല്ലേ പറ്റൂ. അതുപോലെ തന്നെ കലാപം ഉണ്ടാകുമ്പോൾ പോലീസുകാരൻ നിയന്ത്രിച്ചല്ലേ പറ്റുള്ളൂ. അയാൾ സൗമ്യനാണ്, നമ്മളോട് നേരെ സംസാരിക്കും, അല്ലെങ്കിൽ നല്ല മാന്യനാണ്, അഴിമതി കക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ഷൻ ഇല്ല. നമുക്ക് വേണ്ടത് നടപടികളാണ്, കർശനമായ വിപണി ഇടപെടലുകളാണ്. അതില്ല. ഓണമാകുമ്പോൾ 600 രൂപ വിലയാവും. വളരെ വലിയ ട്രോളുകളാണ് ഇറങ്ങുന്നത്. നമ്മൾ ഈ മഷിയൊക്കെ ഫില്ല് ചെയ്യുന്ന റബ്ബർ ഫില്ലർ ഉണ്ടല്ലോ, അതിലേക്ക് വെളിച്ചെണ്ണ തൂക്കുന്ന കാര്യങ്ങൾ. ചില ആളുകൾ സ്വർണം തൂക്കി വച്ചിരിക്കുന്ന ലോക്കറിൽ കൊണ്ട് വെളിച്ചെണ്ണയും തേങ്ങയും വെച്ചിരിക്കുന്നു. ഭർത്താവ്, സാധാരണ ഭാര്യമാർ, സ്ത്രീകളാണല്ലോ കൂടുതൽ വെളിച്ചെണ്ണയെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ലോക്കറിൽ നിന്ന്, അല്ലെ അലമാരയിലെ ഇന്നർ ഷെൽഫിൽ നിന്ന് ഓരോ തുള്ളിയായിട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്ന പടമൊക്കെ ഇങ്ങനെ ട്രോളായി മറിയുകയാണ്. എന്തായാലും വെളിച്ചെണ്ണയുടെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വെളിച്ചെണ്ണ കച്ചവടം നടത്തുന്നവർ പറയുന്നത് ഓണമാസത്തിൽ 600 രൂപയിലേക്ക് വില പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 600 രൂപ ആവുകയാണെങ്കിൽ മലയാളി എന്തിനാണ് പിന്നെ ഇങ്ങനെ ഈ സംവിധാനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്? ഇവിടെ ഒന്നാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളമാണ്. പ്രസാദമൊക്കെ വല്ല കാര്യമുണ്ടോ? പ്രസാദ് മാഷേ, വല്ല കാര്യമുണ്ടോ? അനിൽ മാഷേ, എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഏറ്റവും മിനിമമായി ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ് പകരം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും. എത്ര മനോഹരമായ കൃഷിമന്ത്രിമാരിരുന്ന സ്ഥലമാണ്, എത്ര മനോഹരമായ ഭക്ഷ്യവകുപ്പ് മന്ത്രിമാരിരുന്ന സ്ഥലമാണ്, എത്ര മനോഹരമായ ഉദ്യോഗസ്ഥർ നോക്കിയ സ്ഥലമാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഒന്ന്, അതികഠിനമായ പൂഴ്ത്തിവയ്പ്പാണ് നടക്കുന്നത് മാർക്കറ്റിൽ. കാരണം എന്താണ്? വില കൂടും എന്ന് പറഞ്ഞ് പൂഴ്ത്തിവയ്പ്പ് നടക്കുന്നു. ഉൽപ്പാദനക്ഷമതയില്ല. 3 എന്ന് പറയുന്നത് മായമുള്ള വസ്തുക്കൾ ഒരുപാട് വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് മായമുള്ള വസ്തുക്കൾ വരുന്നു. ഇതൊന്നും പിടിക്കുവാനോ പറയുവാനോ ഒന്നുമില്ല. മലയാളിയുടെ വിധിയാണ്. നമുക്ക് പറ്റിപ്പോയ ഒരു സങ്കടകരമായ കാര്യമാണ്. വെളിച്ചെണ്ണയുടെ വില 600ലേക്ക് കുതിക്കുകയാണ്. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ആരോട് ചോദിക്കാൻ? എന്ത് ചോദിക്കാൻ? നമുക്ക് ആവശ്യമില്ലാത്ത സുംബ വിവാദവും ഭാരതാംബയുടെ കയ്യിൽ ഏത് കൊടി വേണമെന്നും യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ എന്ത് പരിപാടി കൊടുക്കണമെന്നും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത എല്ലാ ചപ്പ് ചവർ പരിപാടികൾക്ക് മലയാളിക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മളെ ചാനലുകൾ എടുത്ത് നോക്കൂ. 24, 30 മണിക്കൂർ, 40 മണിക്കൂറൊക്കെയാണ് ചാനലുകൾ ഓരോ വാർത്തയിട്ട് അടിക്കുന്നത്. ആ സമയത്ത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ, പട്ടിണിപ്പാവപ്പെട്ടവൻ്റെ തേങ്ങയുടെ വില എവിടെ? വെളിച്ചെണ്ണയുടെ വില എവിടെ? ആർക്കറിയാം? ആരോടാണ് ചോദിക്കുക? ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കേണ്ട മലയാളി എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. മലയാളിയുടെ നാറ്റം കൂടാൻ സാധ്യതയുണ്ട്.